സ്വപ്നവുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ വിശദീകരണമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മനുഷ്യർ കാണുന്ന 3 തരത്തിലുള്ള സ്വപ്നങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇമാം മുസ്ലിമും ബുഖാരിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല സുബ്ഹ, നബിതങ്ങൾ സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ അഖ്ബല അലൈഹിം ബിവജ്ഹിഹി, നേരെ മുഖം തിരിഞ്ഞ് സഹാബാക്കളുടെ നേരെ ഇരിക്കുമായിരുന്നു. ഫഖാല, എന്നിട്ട് നബിതങ്ങൾ പറയുമായിരുന്നു, ഹൽ റഅ അഹദും മിൻകും അൽ ബാരിഹത അർറുയ, നിങ്ങളിൽ ആരെങ്കിലും ഇന്നലത്തെ രാത്രിയിൽ സ്വപ്നം കണ്ടെങ്കിൽ ആ സ്വപ്നത്തെക്കുറിച്ച് പറയുക, ഞാൻ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം. ഇത് നബിതങ്ങളുടെ പതിവായിരുന്നു. സഹാബാക്കളിൽ ചില ആളുകൾ ഈ സമയത്ത് അവർ കണ്ട സ്വപ്നങ്ങൾ പറയുമായിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. 100 കണക്കിന് ഹദീസുകൾ കാണാം, സ്വപ്നം സഹാബാക്കൾ പറഞ്ഞതും നബിതങ്ങൾ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തതുമായ സംഭവം. ഇനി ആരും സ്വപ്നമൊന്നും പറയാനില്ലെങ്കിൽ നബിതങ്ങൾ തന്നെ തങ്ങൾ കണ്ട സ്വപ്നങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അതിന്റെ വ്യാഖ്യാനവും പറഞ്ഞു കൊടുക്കും. ഹദീസിൽ കാണാം, ഒരിക്കൽ നബിതങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, ബൈന അന നാഇമുൻ റഅയ്തു നാസ യുറലൂന അലയ്യ വഅലൈഹിം ഖുമുസുൻ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളെ എല്ലാവരെയും എന്റെ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു. എല്ലാവരും നീളത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. ചില ആളുകളുടെ വസ്ത്രം മുട്ടിന്റെ ഭാഗം വരെ, ചില ആളുകളുടെ വസ്ത്രം നെഞ്ചിന്റെ ഭാഗം വരെ, ഇങ്ങനെ പല രൂപത്തിൽ വസ്ത്രം ധരിച്ച രീതിയിൽ നിങ്ങളെ എന്റെ മുമ്പിൽ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു. വമറ അലയ്യ ഉമർ ബിൻ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹു എന്റെ അടുക്കൽ കൂടി നടന്നുപോയി. വഅലൈഹി ഖമീസുൻ, അദ്ദേഹത്തിന്റെ വസ്ത്രം കാലിന് നെരിയാണിക്ക് താഴെ വരെ നീണ്ടു കിടക്കുകയും ആ വസ്ത്രം വലിച്ചിഴച്ചുകൊണ്ട് അദ്ദേഹം നടന്നു പോകുന്നതായി എനിക്ക് സ്വപ്നം കാണിക്കപ്പെട്ടു. സ്വപ്നം പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, എന്താണ് നബി ഇതിന്റെ വ്യാഖ്യാനം? നബിതങ്ങൾ പറഞ്ഞു, ദീനിനെ കുറിച്ചാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രത്തോളം ദീനുണ്ടെന്നാണ് സ്വപ്നത്തിലൂടെ എനിക്ക് കാണിക്കപ്പെട്ടത്. ആ കാണിക്കപ്പെട്ട വസ്ത്രം അത് ദീനിന്റെ വ്യാഖ്യാനമാണ്, അതിന്റെ വ്യാഖ്യാനം ദീനാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, ബൈന അന നാഇമുൻ ഉതീതു ഖദ്ഹൻ, എന്റെ മുമ്പിലേക്ക് ഒരു കോപ്പ കൊണ്ടുവരപ്പെട്ടു. ഫീഹി ലബനുൻ, അതിൽ പാലുണ്ടായിരുന്നു. ഫശരിബ്തു, ഞാൻ ആ പാല് കുടിച്ചു. എന്റെ വയറ് നിറഞ്ഞു. ബാക്കി വന്ന പാല് ഞാൻ ഉമറിന് കൊടുത്തു. ഉമറും അതിൽ നിന്ന് കുടിച്ചു. സഹാബാക്കൾ ചോദിച്ചു, എന്താണ് നബി അതിന്റെ വ്യാഖ്യാനം? അപ്പൊ പറഞ്ഞു, അൽ ഇൽമ്, അറിവിനെ കുറിച്ചാണ്. അല്ലാഹു തആല എനിക്ക് തന്ന അറിവിന്റെ ഒരു വലിയ ഭാഗം ഉമറിനും നൽകിയിട്ടുണ്ട് എന്ന് സ്വപ്നത്തിലൂടെ അറിയിച്ചതാണ്. മറ്റൊരിക്കൽ നബിതങ്ങൾ പറയുന്നു, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ഊതീതു ബിഖസാഇനിൽ അർദ്, ഭൂമിയിലെ സ്വർണവും വെള്ളിയും സമ്പത്ത് മുഴുവൻ എന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. അതിൽ നിന്ന് സ്വർണത്തിന്റെ 2 ആഭരണങ്ങൾ എന്റെ കയ്യിലേക്ക് വെക്കപ്പെട്ടു. അതെനിക്ക് വളരെ ഭാരമുള്ളതായിട്ട് തോന്നി. ഫഊഹീതു, ആ സമയത്ത് എനിക്ക് വഹ്യ് നൽകപ്പെട്ടു. അൻ അൻഫഖുഹുമാ, ഞാൻ ആ 2 എണ്ണത്തിൽ ഊതാൻ. ഞാൻ അത് ഊതിയപ്പോൾ കണ്ടതുപോലത്തെ ഭാരമില്ലായിരുന്നു, അത് പറന്നുപോയി. അതിന്റെ വ്യാഖ്യാനം എനിക്ക് അറിയിക്കപ്പെട്ടു. സാഹിബുൽ യമാമ വസാഹിബുൽ സൻആ, 2 കള്ളപ്രവാചകന്മാർ, ഒന്ന് യമാമ മുസൈലിമത്തുൽ കദ്ദാബ്, സൻആ യമാമ എന്ന് പറയുന്ന 2 പ്രദേശത്തിൽ നിന്ന് പ്രവാചകനാണ് എന്ന വാദവുമായി 2 കള്ളന്മാർ വരും. അവരുടെ കൂട്ടത്തിൽ കുറെ ആളുകൾ കൂടും. സ്വർണം വെളിയിൽ നിന്ന് നോക്കുമ്പോൾ സ്വർണത്തിന്റെ ഭംഗിയൊക്കെ കാണും, പക്ഷെ വെയിറ്റ് കാണുകയില്ല. ഊതിയാൽ അത് പറന്നു പോകും എന്നതുപോലെ അവർ പറയുന്ന വാക്കുകളൊക്കെ കേട്ടാൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടും, പക്ഷെ കൊള്ളയായിരിക്കും, കള്ളന്മാരായിരിക്കും എന്നാണ് ഈ സ്വപ്നത്തിലൂടെ അറിയിക്കപ്പെട്ടത് എന്ന് നബിതങ്ങൾ പറയുകയാണ്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം യഹൂദ പണ്ഡിതനായിരുന്നു. അദ്ദേഹം നബിതങ്ങളുടെ അടുക്കൽ വന്ന് വിശദമായ ഒരു സ്വപ്നം കണ്ടതിനെ കുറിച്ച് പറയുന്നു. അത് മുഴുവൻ കേട്ടിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, നിങ്ങൾ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കും, ഇസ്ലാമിലായിട്ട് തന്നെ മരിക്കും എന്ന് അല്ലാഹു തആല സ്വപ്നത്തിലൂടെ സന്തോഷ വാർത്ത അറിയിച്ചതാണ്. മറ്റൊരിക്കൽ വേറൊരാള് നബിതങ്ങളുടെ മുമ്പിൽ വന്ന് സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്തിരിപ്പുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് ചോദിച്ചു, തങ്ങൾ അനുവാദം തന്നാൽ ഞാൻ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാം. അദ്ദേഹം വ്യാഖ്യാനം പറഞ്ഞു. സാധാരണ ഒരു സ്വപ്നം. വ്യാഖ്യാനം പറഞ്ഞു തീർന്നതിന് ശേഷം നബിതങ്ങളോട് ചോദിച്ചു, അഖ്ബിർനി യാ റസൂലല്ലാഹ് ബി അബി വ ഉമ്മി അൻത, എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് അർപ്പണം,
ഞാൻ ഈ പറഞ്ഞ സ്വപ്നത്തെക്കുറിച്ച് തങ്ങൾ പറഞ്ഞു തന്നാലും അസബ്തു അം അഖ്തഅതു, ഞാൻ പറഞ്ഞത് ശരിയാണോ അതല്ല തെറ്റാണോ? നബിതങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അസബ്ത ബഅദൻ വ അഖ്തഅത ബഅദൻ, നീ പറഞ്ഞ വ്യാഖ്യാനത്തിൽ ചിലത് ശരിയാണ്, ചിലത് തെറ്റാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്, വ്യാഖ്യാനം മുഴുവൻ ശരിയല്ല, ചിലത് ശരിയാണ്, ചിലത് തെറ്റാണ്. അപ്പൊ വീണ്ടും അദ്ദേഹം ചോദിച്ചു, തെറ്റെവിടെയാണെന്ന് പറഞ്ഞു തരിക. നബിതങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. ചുരുക്കത്തിൽ നബിതങ്ങളുടെ പതിവായിരുന്നു എല്ലാ ദിവസവും നമസ്കാരം കഴിഞ്ഞ് സഹാബാക്കളോട് കണ്ട സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കൽ. ചില സന്ദർഭത്തിൽ തങ്ങൾ കണ്ട സ്വപ്നത്തെ പറഞ്ഞിട്ട് അതിന്റെ വ്യാഖ്യാനം വിശദീകരിച്ചു കൊടുക്കൽ. കാരണം മനുഷ്യൻ ലോകത്ത് ജനിച്ച കാലം മുതൽ മനുഷ്യന്റെ മുമ്പിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് അവൻ കാണുന്ന സ്വപ്നം. ഒരു ശാസ്ത്രീയമായ വ്യാഖ്യാനം കൊണ്ടും പൂർണ്ണമായും വ്യാഖ്യാനിച്ച് ശാസ്ത്രീയമായ ഒരു തിയറിയും ഒരു ഇക്വേഷനും കറക്റ്റാകാത്ത ഒരു മേഖലയാണ് സ്വപ്നം എന്നുള്ളത്. അത്ഭുതകരമായി മനുഷ്യൻ കാണുന്ന സ്വപ്നങ്ങൾ ആരോ മനുഷ്യനോട് സംസാരിക്കുന്ന സംസാരങ്ങളും ചില മുന്നറിയിപ്പുകളുമാണെന്ന് ആദ്യകാലം മുതലേ മനുഷ്യൻ ധരിച്ചു വരുന്നുണ്ട്. നുബുവത്തിന്റെ ഒരു ഭാഗമാണെന്നാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. ലോകത്തെ ആദ്യത്തെ ഏകാധിപതിയാണ് ഫിറഔൻ, ഈജിപ്റ്റ് ഭരിച്ചിരുന്ന രാജാവ്. അയാളുടെ വാദം തന്നെ ഞാനാണ് ദൈവമെന്നാണ്. ഈ ഫിറഔൻ ഒരിക്കൽ ഒരു സ്വപ്നം കാണുന്നു. ഈജിപ്തിലാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരം. ഫലസ്തീനിന്റെ ഭാഗത്ത് നിന്നൊരു വലിയ തീ ഈജിപ്തിലേക്ക് വരുന്നു. ഈജിപ്തിലേക്ക് വന്ന് ഈജിപ്തിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്, തിബത്തികൾ, ഇസ്രായേലികൾ. ഫിറഔൻ അധികാരത്തിലേക്ക് വരുമ്പോൾ തന്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഇസ്രായേലികളെ രണ്ടാം തര പൗരന്മാരാക്കി നിശ്ചയിക്കുകയും കിബത്തികൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് തന്റെ അധികാരം ഇങ്ങനെ നിലനിർത്തും പോകുന്ന സമയത്താണ് ഈ സ്വപ്നം കാണുന്നത്. ഈ തീ ഇസ്രായേലികളെ നശിപ്പിക്കുകയില്ല, മറിച്ച് കിബത്തികളെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു തീ സ്വപ്നം കാണും. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. നാട്ടിലുള്ള മുഴുവൻ മന്ത്രവാദികളെയും സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ആളുകളെയും ഒക്കെ വിളിക്കും. സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തെ കുറിച്ച് ചോദിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവര് പറയും, ഹാദാ ഗുലാമുൻ, ഇതൊരു കുട്ടിയെ കുറിച്ചുള്ള സ്വപ്നമാണ്. യൂലദു മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിൽ പിറക്കാൻ പോകുന്ന ഒരു കുട്ടിയെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ആ കുട്ടി കാരണം നിങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു. ഉടനെ ഫിറഔൻ ഉത്തരവിട്ടു, ഇന്നു മുതൽ ബനു ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ഒരാണും ഒരു പെണ്ണും തമ്മിൽ ഒരുമിച്ച് കിടക്കാനോ ശാരീരിക ബന്ധം പുലർത്താനോ പാടില്ല. ഇങ്ങനെയാണ് ഫാസിസം. മനുഷ്യന്റെ ജനാധിപത്യവും അധികാരവും ഒക്കെ നഷ്ടപ്പെട്ട് ഫാസിസ്റ്റുകൾ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിന്തിക്കാൻ സാധിക്കാത്ത തരത്തിൽ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ വിലങ്ങിട്ട് കളയും. ഫിറഔൻ ഉത്തരവ് ഇറക്കി, ഇന്നു മുതൽ കിടക്ക പങ്കിടാൻ പാടില്ല ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത്. ഏതെങ്കിലും ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ നോക്കാൻ വേണ്ടി പോലീസിനെയും ഏൽപ്പിച്ചു. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പിതാവ് ഇമ്രാൻ അദ്ദേഹത്തിന്റെ ഭാര്യയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. കുറച്ചു കഴിയുമ്പോൾ വീണ്ടും ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ആളുകൾ പറഞ്ഞു കൊടുത്തു. ശാരീരിക ബന്ധം കഴിഞ്ഞു, കുട്ടി വയറ്റിനുള്ളിലായി, ഇനി പ്രസവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഖുർആനിൽ അല്ലാഹു പറയുന്നു, وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم. ഫിറഔൻ അടുത്ത ഉത്തരവിറക്കി, ഇന്നു മുതൽ ഇസ്രായേൽ വംശത്തിൽ ജനിക്കുന്ന കുട്ടികളിൽ ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയണം, പെൺകുട്ടികളെ മാത്രം വളർത്തിയാൽ മതി. ഓരോ വീട്ടിലും പട്ടാളക്കാർ കയറും, പ്രസവിക്കുന്നത് കുട്ടി ആണാണെങ്കിൽ കൊന്നുകളയും. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു സൂറത്തുൽ ഖസസിൽ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ അവര് മുസ്ലിം അല്ല, പക്ഷെ അവരുടെ മനസ്സിൽ സ്വപ്നം പോലെ വഹി പോലെ തോന്നിപ്പിച്ചു കൊടുത്തു ഈ കുട്ടിയെ ഒരു കൊട്ടയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കിവിടാൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവ് പട്ടാളക്കാർ കണ്ടാൽ കൊന്നുകളയുമെന്ന് വിചാരിച്ച് ആ കുട്ടിയെ നൈൽ നദിയിൽ ഒഴുക്കി. ഈ കുട്ടി ഒഴുകി ഒഴുകി അവസാനം ഇസ്രായേൽ വംശജനാണെന്ന് അറിയാതെ ഫിറഔന്റെ കൊട്ടാരത്തിൽ തന്നെ എത്തി. ഏത് മൂസാ നബിയെ കൊല്ലുന്നതിന് വേണ്ടിയാണോ ശാരീരിക ബന്ധം വിലക്കിയത്, കുട്ടികളെ കൊന്നുകളഞ്ഞത്, അതേ മൂസാ നബിയെ ആളറിയാതെ ഫിറഔൻ തന്റെ കൊട്ടാരത്തിൽ വളർത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അദ്ദേഹം നബിയായി, ഫിറഔന്റെ അധികാരം നഷ്ടപ്പെട്ടു. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്ത് യൂസുഫ്. ആ സൂറത്ത് തുടക്കം മുതൽ അവസാനം വരെ സ്വപ്നത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുകയാണ്, ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ യൂസുഫ് നബി സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അദ്ദേഹത്തിന് സുജൂദ് ചെയ്യുന്നതായി സ്വപ്നം കാണുന്നു. പിന്നീട് കഥ പറയുകയാണ്, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് അദ്ദേഹത്തോട് അസൂയ മൂക്കുന്നു. ആടിനെ മേയ്ക്കാൻ കാട്ടിൽ പോകുമ്പോൾ അദ്ദേഹത്തെയും കൂടെ കൊണ്ടുപോകുന്നു. എന്നിട്ട് അദ്ദേഹത്തെ ഒരു കിണറ്റിൽ തെള്ളിയിടുന്നു കൊല്ലുന്നതിന് വേണ്ടി. എന്നിട്ട് ഒരു ആടിനെ അറുത്ത് അതിന്റെ രക്തം
അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പുരട്ടി യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്ന് വാപ്പയുടെ മുമ്പിൽ തെളിവുമായി ചെന്ന് പറയുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അതുവഴി പോയ ഈജിപ്തുകാരായ കച്ചവട സംഘം ആ കിണറ്റിൽ നിന്ന് അവർക്ക് കിട്ടുന്നു. അടിമയായി ഈജിപ്തിലേക്ക് കൊണ്ടുവരുന്നു. ഈജിപ്തിലെ രാജാവ് അദ്ദേഹത്തെ വാങ്ങുന്നു. രാജാവിന്റെ കൊട്ടാരത്തിൽ വളരുന്നു. സുന്ദരനായ യൂസുഫ് അലൈഹിസ്സലാമിനോട് രാജാവിന്റെ ഭാര്യയ്ക്ക് ശാരീരികമായ താല്പര്യം തോന്നുന്നു. അതിന് വഴങ്ങാത്തതിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുന്നു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ജയിലിലേക്ക് അദ്ദേഹത്തെ അടയ്ക്കപ്പെട്ടു. അദ്ദേഹം ജയിലിലും നല്ല മനുഷ്യനായിരുന്നു. ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പണി. ജയിലിൽ രണ്ട് യുവാക്കൾ അദ്ദേഹത്തോടൊപ്പം ആ ജയിലിൽ കയറി. ഖാല അഹദുഹുമ, അതിൽ ഒരാൾ പറഞ്ഞു, ഇന്നി അറാനി ആസിറു ഖംറ, ഞാൻ മുന്തിരി പിഴിയുന്നതായി സ്വപ്നം കാണുന്നു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഇന്നി അറാ അഹ്മിലു ഫൗഖ റഅസി ഖുബ്സൻ, ഞാൻ എന്റെ തലയുടെ മുകളിൽ കുറെ റൊട്ടികൾ തലയുടെ മുകളിൽ വെച്ച് ചുമന്ന് നടന്നു പോകുന്നത് കാണുന്നു. പക്ഷികൾ വന്ന് എന്റെ തലയുടെ മുകളിൽ നിന്ന് റൊട്ടി കൊത്തി തിന്നുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. നബ്ബിനാ ബിതഅ്വീലി, ഇതിന്റെ വ്യാഖ്യാനം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നിങ്ങൾ നല്ല മനുഷ്യനാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ആയത്തിൽ നിന്ന് മനസ്സിലായി നല്ലവരോടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാവൂ. സത്യസന്ധതയും വേണം. മനുഷ്യന്റെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളുമായിരിക്കണം. അവരോട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാവൂ. യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറയുന്നു, ഖാല ലാ യഅതീകുമാ തആമുൻ തുർസഖാനിഹി ഇല്ലാ നബ്ബഅതുകുമാ ബിതഅ്വീലിഹി ഖബ്ല അൻ യഅതിയകുമാ, ജയിലിൽ നിങ്ങൾക്ക് രണ്ടു നേരം ഭക്ഷണം കിട്ടും. അടുത്ത സമയത്ത് ഭക്ഷണം വരുന്നതിന് മുമ്പേ, ഭക്ഷണം കഴിക്കുന്ന സമയമാകുന്നതിന് മുമ്പേ ഞാൻ ഇതിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി, അല്ലാഹു എനിക്ക് അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ വാക്കിൽ നിന്ന്, ഖുർആനിലെ ഈ പ്രയോഗത്തിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നു, സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് ഒരു മനുഷ്യന് പഠിച്ച് മാത്രം നേടാൻ പറ്റുന്ന അറിവല്ല. അറിവ് രണ്ട് രീതിയിലുണ്ട്. വഹബിയ്, കസ്ബിയ് എന്ന് പറയും നമ്മൾ അറബിയിൽ. വഹബി എന്ന് പറഞ്ഞാൽ അള്ളാഹു നേരിട്ട് തരുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. കസ്ബി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പരിശ്രമം കൊണ്ട് നമ്മൾ നേടുന്ന ചില അനുഗ്രഹങ്ങൾ. ഒരാൾക്ക് അധ്വാനിച്ച് പണിയെടുത്ത് ഇബാദത്ത് ചെയ്ത് വേണമെങ്കിൽ ഔലിയ ആകാം, വലിയാകാം. പക്ഷെ ഒരാൾ എത്ര ഇബാദത്ത് ചെയ്താലും എത്ര ദുആ ചെയ്താലും നബിയാവുകയില്ല. കാരണം നബിയാവുക എന്നുള്ളത് ഒരാൾ സ്വന്തം പ്രവൃത്തി കൊണ്ട് എത്തിച്ചേരുന്ന അവസ്ഥയല്ല, മറിച്ച് അള്ളാഹു തെരഞ്ഞെടുക്കുന്നതാണ്. ഇതിനാണ് വഹബി എന്ന് പറയുന്നത്. മനുഷ്യന്റെ കഴിവുകൾക്ക് സ്ഥാനമില്ലാതെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം പ്രത്യേകമായി അള്ളാഹു താല നൽകുന്ന അനുഗ്രഹമാണ് സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ചുള്ള അറിവ്. പണ്ഡിതന്മാർ പറയുന്നത്, സ്വപ്ന വ്യാഖ്യാനം അള്ളാഹു താല അറിയിച്ചു കൊടുത്ത പണ്ഡിതന്മാർ മുഴുവൻ അള്ളാഹു അവർക്ക് നേരിട്ട് വഹബിയായ നിലയിൽ നൽകിയ അറിവാണ്. നമുക്ക് പഠിക്കാം അടയാളങ്ങൾ, സ്വപ്ന വ്യാഖ്യാനത്തിന്റെ രീതികളൊക്കെ നമുക്ക് പഠിക്കാം. കേവലം പഠിത്തം കൊണ്ട് മാത്രം ഒരാൾക്ക് സ്വപ്ന വ്യാഖ്യാനം നടത്താനുള്ള അനുവാദമില്ല എന്നാണ് വലിയ വിഭാഗം മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇത് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നതാണ്. എന്നിട്ട് അദ്ദേഹം അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, യാ സാഹിബൈ സിജ്നി അമ്മാ അഹദുഹുമാ ഫയസ്ഖി റബ്ബഹു ഖംറ, നിങ്ങളിൽ ഒരാള് രാജാവിന് മദ്യമൊഴിച്ചു കൊടുക്കുന്ന ആളാകും. വ അമ്മൽ ആഖർ, രണ്ടാമത്തവൻ ഫയുസ്ലബു, അവനെ ക്രൂശിക്കപ്പെടും. ഫതഅകുലു തൈറു മിർ റഅസി, ക്രൂശിക്കപ്പെട്ട ആ മനുഷ്യന്റെ ശവം തലയിൽ നിന്ന് കിളികൾ തല കുത്തിപ്പറിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫയുസ്ലബു ഫതഅകുലു തൈറു മിർ റഅസി ഫഖുലിയൽ അംറു അല്ലദീ ഫീഹി തസ്തഫിയാൻ, നിങ്ങൾ വിശദീകരണം ചോദിക്കുന്ന ഈ സ്വപ്നമുണ്ടല്ലോ, ഇതാണ് അതിന്റെ വ്യാഖ്യാനം. അള്ളാഹു ഈ കാര്യത്തിൽ നേരത്തെ തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്നിട്ട് യൂസുഫ് നബി രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ള ആ മനുഷ്യനോട്, രക്ഷപ്പെട്ട് വെളിയിൽ പോയാൽ രാജാവിന്റെ അടുക്കൽ എന്നെ കുറിച്ചൊന്ന് പറയണം, കുറെ കാലമായി ഞാൻ ഈ ജയിലിൽ കിടക്കുകയാണ് എന്ന് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞു വിടുന്നു. അള്ളാഹു പറയുന്നു, ഞാനത് മറപ്പിച്ചു കളഞ്ഞു. ഒരു നബിയാണ്, എന്നോട് ചോദിക്കാം ജയിൽ മോചിതനാകണമെങ്കിൽ. പക്ഷെ ആ മനുഷ്യനോട് പറഞ്ഞു വിട്ടതിന്റെ പേരിൽ അദ്ദേഹം അത് മറന്നുപോയി. കുറെ കാലം കൂടെ യൂസുഫ് നബി ജയിലിൽ കിടക്കുന്നു. അങ്ങനെ ഇരിക്കെ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ഖാലൽ മലിക്കു ഇന്നി അറാ സബഅ ബഖറാത്തിൻ സിമാനി യഅകുലുഹുന്ന സബഉൻ ഇജാബ്, തടിച്ച 7 പശുക്കളെ മെലിഞ്ഞ 7 പശുക്കൾ തിന്നുന്നതായി സ്വപ്നം കാണുന്നു. വസബഅ സുംബുലാത്തിൻ ഖുദരിൻ വഉഖറ യാബിസാത്ത്, 7 പച്ചപ്പുള്ള കതിരുകൾ, കൊലകൾ, 7 ഉണങ്ങിയ കൊലകളും അദ്ദേഹം കാണുന്നു.
അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ ചോദിച്ചു, യാ അയ്യുഹൽ മലഉ, അല്ലയോ എന്റെ സദസ്സിലെ പണ്ഡിതന്മാരെ, അഫ്തൂനി ഫീ റുയായ ഇൻ കുൻതും ലിറുയ തഅബുറൂൻ, നിങ്ങൾക്ക് ഇതിന്റെ വ്യാഖ്യാനം അറിയുമെങ്കിൽ വ്യാഖ്യാനം എനിക്ക് പറഞ്ഞു തരിക. ഇവർക്ക് വ്യാഖ്യാനം ആയിരുന്നില്ല. അതുകൊണ്ട് അവര് പറഞ്ഞു, ഖാലു അദ്ഗാതു അഹ്ലാം, ഇത് പേക്കിനാവാണ്. വമാ നഹ്നു ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ, ഇങ്ങനത്തെ പേക്കിനാവുകളുടെ വ്യാഖ്യാനമൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് ജോലിക്കാരനായ മുമ്പ് ജയിലിൽ കിടന്ന ഈ മനുഷ്യൻ യൂസുഫ് നബിയെ ഓർക്കുന്നു. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുന്നു. അള്ളാഹു പറയുകയാണ്, രാജാവ് യൂസുഫ് നബിയോട് പറഞ്ഞു, യൂസുഫ് അയ്യുഹസ് സിദ്ദീഖ്, സത്യസന്ധനായ യൂസുഫേ, ഞാൻ ഈ കണ്ട സ്വപ്നത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക. യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവിനോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കണ്ട 7 വലിയ പശുക്കൾ, 7 മെലിഞ്ഞ പശുക്കൾ അതിനെ തിന്നുന്നതായി കണ്ടു. അടുത്ത 7 വർഷം സമൃദ്ധിയുടെ കാലമായിരിക്കും. അത് കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ കാലം വരും. അതുകൊണ്ട് അടുത്ത 7 വർഷം നിങ്ങൾ കൃഷി ചെയ്ത് എടുക്കുന്ന നെല്ലുകൾ നിങ്ങൾക്ക് ആവശ്യമായത് മാത്രം, കഴിക്കാനുള്ളത് മാത്രം കുറച്ച് നിങ്ങൾ എടുക്കുക, ബാക്കിയൊക്കെ സൂക്ഷിച്ചു വെക്കുക. 7 കൊല്ലത്തിന് ശേഷം ദാരിദ്ര്യം വരുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഈ വ്യാഖ്യാനവും അദ്ദേഹത്തെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ഈജിപ്തിന്റെ രാജാവാക്കി, ഭക്ഷ്യവകുപ്പ് മന്ത്രിയാക്കി അദ്ദേഹത്തെ രാജാവ് ഉയർത്തുന്നു. പിന്നെ അതിനുശേഷം അവസാനം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമും സഹോദരങ്ങളും ഈജിപ്തിലേക്ക് വരുന്നു. വരുമ്പോ അടിമയായിരുന്ന യൂസുഫ് അലൈഹിസ്സലാം അവിടെ രാജാവാണ്. മാതാപിതാക്കളെ രാജാവിന്റെ സിംഹാസനത്തിലേക്ക് അദ്ദേഹം കയറ്റിയിരുത്തുന്നു. ആളുകൾ മുഴുവൻ സുജൂദ് ചെയ്യുന്നു. ആ സമയത്ത് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിൽ കണ്ട ഇതാണ് ഞാൻ ചെറുപ്പത്തിൽ കണ്ട 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യുന്ന ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. എന്നിട്ട് ആ സൂറത്ത് അവസാനിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കൂടി അള്ളാഹു പറയുകയാണ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അള്ളാഹുവേ നീ എനിക്ക് അധികാരം തന്നു. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് നീ. അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, നീയാണ് ദുനിയാവിലും ആഖിറത്തിലും എന്റെ രക്ഷാധികാരി. തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായിട്ടേ മരിപ്പിക്കാവൂ. ഈ അധികാരവും ഈ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കഴിവും ഈ അനുഗ്രഹങ്ങളെക്കാൾ എനിക്ക് പ്രധാനം മുസ്ലിമായിട്ട് മരിക്കുക എന്നുള്ളതാണ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മരണത്തിന് ശേഷം നല്ലവരുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കുകയും ചെയ്യണം. ഈ സൂറത്ത് മുഴുവൻ അല്ലാഹു തആല സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവുമായി നമ്മളോട് ഇങ്ങനെ പറയുകയാണ്. ഇസ്ലാമിൽ ഇതിന് വളരെ വലിയ സ്ഥാനമുണ്ട്. വെറുതെ അങ്ങനെ ആരോടെങ്കിലും പോയി സ്വപ്ന വ്യാഖ്യാനം ചോദിക്കാനും നമുക്ക് അനുവാദമില്ല. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനും അനുവാദമില്ല. നബിതങ്ങൾ ഹദീസിൽ കാണാം, മദീനയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് കച്ചവടക്കാരനായിരുന്നു. അവര് കച്ചവടത്തിന് വേണ്ടി ഒരിക്കൽ ദൂരെ ഏതോ നാട്ടിലേക്ക് പോയി. ആ സമയത്ത് ഈ സ്ത്രീ ഒരു സ്വപ്നം കണ്ടിട്ട് നബിതങ്ങളുടെ അടുക്കൽ വരികയാണ്. യാ റസൂലല്ലാഹ്, ഇന്ന സൗജി ഗായിബുൻ, എന്റെ ഭർത്താവ് നാട്ടിലില്ല. വതറകനി ഹാമിലൻ, ഞാൻ ഗർഭിണിയായ അവസ്ഥയിലാണ് അദ്ദേഹം നാട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നത്. ഇന്നി റഅയ്തു ഫിൽ മനാമി കഅന്ന സാരിയത ബൈതി ഇൻകസറത്, ഞാൻ സ്വപ്നത്തിൽ എന്റെ വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നതായി സ്വപ്നം കണ്ടു. വഅന്നി വലത്തു ഗുലാമൻ അഅ്വറ, കണ്ണ് കാണാത്ത ഒരു കുട്ടിയെ പ്രസവിക്കുന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടു. അവർ പേടിച്ച് നബിതങ്ങളുടെ അടുക്കൽ വന്ന് 3 പ്രാവശ്യം ഈ സ്വപ്നം പറയുകയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പിശാച് കാണിച്ച സ്വപ്നമാണ്, പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നുമില്ല. നബിതങ്ങൾ പറഞ്ഞു, ഖൈർ, നല്ലതാണ്, നല്ലത് വരട്ടെ നിനക്ക്. ഈ സ്വപ്നത്തിന് അങ്ങനെ പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നുമില്ല. ഇന്ന സൗജക്കി, നിശ്ചയം നിന്റെ ഭർത്താവ്, യർജിഉ ഇൻഷാ അല്ലാഹ് സാലിഹൻ, ഇൻഷാ അല്ലാഹ് അദ്ദേഹം സുരക്ഷിതനായിട്ട് നാട്ടിലേക്ക് വരും എന്നാണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം. നീ നല്ല ഒരു കുട്ടിയെ, ഗുലാമൻ ബർറ, നന്മയുള്ള നല്ല മിടുക്കനായ ഒരു കുട്ടിയെ നീ പ്രസവിക്കും എന്നാണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം. അവര് സമാധാനത്തെ തിരിച്ചുപോയി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ഇത് ഒളിഞ്ഞു കേട്ടു. എന്നിട്ട് നബിതങ്ങൾ ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ഞാൻ അവരുടെ അടുക്കലേക്ക് പോയി. ഫസഅൽതുഹു അനി റുഇയ, അവരുടെ സ്വപ്നത്തെ കുറിച്ച് ഞാൻ അവരോട് ചോദിച്ചു. ഫഅഖ്ബറത്നി, അവരാ സ്വപ്നം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വല്ലാഹി ലഇൻ സദഖ റുഇയാകി, നിങ്ങളുടെ സ്വപ്നം സത്യമാണെങ്കിൽ അതിന്റെ വ്യാഖ്യാനം ഇതാണ്, നിങ്ങളുടെ ഭർത്താവ് സുരക്ഷിതനായി തിരിച്ചു വരികയില്ല, അദ്ദേഹം ഈ യാത്രയിൽ മരണപ്പെട്ടു പോകും. അല്ലാഹുവിൽ സത്യം,
വല്ലാഹി ലതലദീന ഗുലാമൻ ഫാജിറൻ, മഹാവൃത്തികെട്ടവനും മോശക്കാരനുമായ ഒരു കുട്ടിയെ നിങ്ങൾ പ്രസവിക്കും എന്നാണ് എനിക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായിട്ട് മനസ്സിലാകുന്നത് എന്ന് നബിതങ്ങൾ ഇല്ലാത്ത ഒരു സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു കൊടുത്തു. ഫജലസത് ഫതബ്കി, അവര് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ആ സമയത്താണ് നബിതങ്ങൾ വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മഹിയ ആയിഷ, ആയിഷ നീ കാണിച്ചത് വളരെ മോശമാണ്, തെറ്റാണ്. ഇദാ അബ്ബർതും ബിറുഇയൽ മുസ്ലിമി, നിങ്ങൾ ആരുടെയെങ്കിലും സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുകയാണെങ്കിൽ ഫഅബ്ബറൂഹ അലാ ഖൈരിൻ, നന്മയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഫഇന്ന റുഇയ തകൂനു, കാരണം സ്വപ്നം സംഭവിക്കുന്നത് എങ്ങനെയാണോ സ്വപ്നം വ്യാഖ്യാനിക്കപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കും. ഈ സ്വപ്നം പിശാച് കാണിച്ച സ്വപ്നമാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവ് സുരക്ഷിതനായിട്ട് വരും, നിങ്ങൾ പ്രസവിക്കുന്ന കുട്ടി ആരോഗ്യവാനും നന്മയുള്ള കുട്ടിയുമായിരിക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കൊക്കെ കേട്ടാൽ തോന്നും ഇതെന്തോ മോശം സ്വപ്നമാണെന്ന്. നമ്മളോട് ആരെങ്കിലും ഇത് വന്ന് പറഞ്ഞാൽ നമ്മളും പറയും മോശം സ്വപ്നമാണെന്ന് പറയും. ഇതേ ചിന്തയോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേട്ടിട്ട് അവരെ വിളിച്ച് രഹസ്യത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഭർത്താവ് മരിക്കും, കുട്ടി മോശം കുട്ടിയായിരിക്കുമെന്നാണ് ഇതിന്റെ അർത്ഥമെന്ന്. അപ്പോഴാണ് നബിതങ്ങൾ തടയുന്നത്. അങ്ങനെ നമ്മളുടെ തോന്നലിനനുസരിച്ച്, എത്ര വലിയ മഹാനാണെങ്കിലും അയാളുടെ തോന്നലിനനുസരിച്ച് സ്വപ്നത്തിന് അങ്ങനെ വ്യാഖ്യാനം പറയാൻ പാടില്ല. കാരണം വ്യാഖ്യാനമില്ലാത്ത വെറും പേക്കിനാവായിരിക്കും. പക്ഷെ ആരെങ്കിലും പറഞ്ഞു പോയാൽ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു നമ്മളുടെ നാവ് കൊണ്ട് പറയുന്നത് അങ്ങനെ തന്നെ സ്വീകരിക്കും. നമ്മൾ സാധാരണ ഈ ദേഷ്യം വരുമ്പോൾ കുട്ടികളെ പ്രാകാറുണ്ട്, നീ നശിച്ചു പോകും. നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അങ്ങനെ പ്രാകരുത്. കാരണം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ ചില സമയങ്ങളുണ്ട് അള്ളാഹു താല അങ്ങനെ തന്നെ സ്വീകരിച്ചു കളയും. നമ്മളിൽ അധിക ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ അനുസരിക്കാത്തപ്പോ എന്തെങ്കിലുമൊക്കെ ദേഷ്യത്തിൽ പറയും. നമ്മൾ വെറുതെ പറയുന്നതായിരിക്കും, പക്ഷെ അത് അതുപോലെ തന്നെ സംഭവിക്കും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന വലിയ വലിയ ആളുകളുടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ നീ പറയരുത്. ഇസ്ലാമിക ലോകത്ത് തന്നെ വളരെ പ്രഗത്ഭരായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ടായിരിക്കെ ചുരുങ്ങിയ ചില പണ്ഡിതന്മാർ മാത്രമാണ് സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുന്നവർ. മഹാനായ ഇബ്നു സീരീൻ, ഇബ്നു ഹജർ അസ്ഖലാനി, ഇമാം അബൂ ഹനീഫ, ഇമാം ഇബ്നു അത്തീർ, അശ്ശിഹാബുൽ ആബിർ, ഇമാം ഇബ്നു ഖുതൈബ എന്ന് തുടങ്ങി വളരെ ചുരുങ്ങിയ പണ്ഡിതന്മാർ മാത്രമാണ് സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുന്നത്. അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇന്നത് കണ്ടാൽ ഇന്നതാണെന്ന് അടയാളങ്ങൾ പറഞ്ഞു എന്നല്ലാതെ നേരിട്ട് അവർ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുന്നത് വളരെ കുറവാണ്. ചില സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം ഉണ്ടെങ്കിലും അത് മോശമാണെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കാതിരിക്കുക. പറയാതിരുന്നാൽ ചിലപ്പോൾ അല്ലാഹു തആല ആ തീരുമാനം മാറ്റിക്കളയും. ഇമാം ഇബ്നു സീരീന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കും. വളരെ കുറച്ചേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണി മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും ഒരു മനുഷ്യൻ വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ഇന്നി റഅയ്തു, ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു, ഉസിബ്ബു സൈത അല സൈതൂൻ, ഒലിവ് മരത്തിലേക്ക് ഒലിവിന്റെ എണ്ണ ഒഴിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. അദ്ദേഹം പറഞ്ഞു, നീ വീട്ടിൽ പോയി നല്ലതുപോലെ അന്വേഷിക്ക്, നീ കല്യാണം കഴിച്ചിരിക്കുന്നത് നിന്റെ സ്വന്തം മാതാവിനെയാണ്. അദ്ദേഹം വീട്ടിൽ പോയി അന്വേഷിച്ചു. ചെറുപ്പത്തിൽ അദ്ദേഹത്തെ ഏതോ നാട്ടിൽ നിന്ന് ആരോ തട്ടിക്കൊണ്ടുവന്ന് അടിമയാക്കി വിറ്റതായിരുന്നു. അദ്ദേഹം പിന്നെ വേറൊരു നാട്ടിൽ വളർന്നു, സ്വതന്ത്രനായി. കുറെ കാലത്തിന് ശേഷം അദ്ദേഹം പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മാതാവിനെ മറ്റാരോ അടിമയാക്കി ഈ നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റു. അവര് സ്വതന്ത്രയായി. ഇവര് തമ്മിൽ മാതാവും മകനുമാണെന്ന് അറിയാതെ കല്യാണം കഴിച്ചു. നമുക്കത് അത്ഭുതം തോന്നും. ഈ 19ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട 50 Years in Chains or the Life of a Slave in America എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ചാൾസ് ബൗൾ എന്ന് പറയുന്ന ആളാണ് ആ പുസ്തകം എഴുതിയത്. 1900 ശേഷം എഴുതിയ അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയാണ്. അതിൽ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അടിമ കച്ചവടത്തിന്റെ പേരിൽ വേർതിരിക്കുന്നതിന്റെ ഓർമ്മകൾ അദ്ദേഹം എഴുതുന്നുണ്ട്. 19ാം നൂറ്റാണ്ട് വരെ അമേരിക്കയിൽ ഇത് നടന്നിരുന്നു. കുട്ടി ജനിച്ച ഉടനെ കുട്ടിയെ വേറെ എവിടെങ്കിലും വിൽക്കും, മാതാവിനെയും വേറെ എവിടെങ്കിലും വിൽക്കും. പിന്നെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കില്ല. അദ്ദേഹം അന്വേഷിച്ചപ്പോ ഉമ്മയെ തന്നെയാണ് കല്യാണം കഴിച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മറ്റൊരിക്കലും അദ്ദേഹം ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഉറക്കത്തിൽ കിടക്കുമ്പോ എന്റെ താടി നിൽക്കാതെ നീളത്തിൽ വളരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി ചോദിച്ചു, നിങ്ങൾ മുഅദ്ദിനാണ്, ബാങ്ക് വിളിക്കുന്ന ആളാണല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. പഴയ കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഇന്നത്തെ പോലെ അല്ല ബാങ്ക് വിളിക്കുന്നത്. ഏതെങ്കിലും ഉയർന്ന സ്ഥലത്ത് കയറിയുന്ന ബാങ്ക് വിളിക്കുന്നത്. ഈ മുഅദ്ദിൻ ഉയർന്ന സ്ഥലത്ത് കയറിയുന്ന ബാങ്ക് വിളിക്കുമ്പോൾ അയലത്തെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ നോക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്. ബാങ്ക് വിളിക്കാൻ മച്ചിന്റെ മുകളിൽ കയറുമ്പോൾ അയൽപക്കത്തെ വീട്ടിലെ പെണ്ണുങ്ങളെ ഒളിഞ്ഞു നോക്കരുത്, അത് നിർത്തണം. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോ എന്റെ വീട്ടിന്റെ മച്ചിൽ നെല്ലിന്റെ വലിയ ഒരു കൊല അവിടെ നിൽക്കുന്നു, ഒരു കോഴി അത് കൊത്തുന്നു.
അദ്ദേഹം പറഞ്ഞു, നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയാൽ നീ എന്റെ അടുക്കൽ വരിക. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വലിയൊരു പരവതാനി മോഷണം പോയി. ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ വന്നു. ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ മുഅദ്ദിന്റെ അടുക്കൽ പോകണം, അയാളാണ് കട്ടത്, അയാൾ ഇത് കട്ടിട്ടുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരണം. അങ്ങനെ അദ്ദേഹം പോയി. മുഅദ്ദിൻ ഈ പരവതാനി കട്ട് തന്റെ വീട്ടിൽ വെച്ചതായിട്ട് മനസ്സിലായി. വേറൊരിക്കലും ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഒരു കറുത്ത പൂച്ച എന്റെ ഭർത്താവിന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്തോ കടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് പോലെ സ്വപ്നം കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ 360 ദിർഹം നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു അടിമ കട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, 360 എണ്ണം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ നമ്മൾ ഈ അറബി അക്ഷരത്തിന് ഓരോ നമ്പറുണ്ട്. നമ്മൾ ഈ 786 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് പകരം എഴുതും. ഇപ്പൊ ബായിക്ക് ഒരു വാല്യൂ ഉണ്ട്. ഇപ്പൊ ബാ 5 ആണെങ്കിൽ സി 10, മാ 16, ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളും കൂടെ കൂട്ടിയിട്ടാണ് 786 എന്ന് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതുപോലെ ഖിത്ത് എന്നാണ് അറബിയിൽ പൂച്ചയുടെ വാക്ക്. ഖിത്തിന്റെ ഓരോ അക്ഷരങ്ങളുടെയും വാല്യൂസ് കൂട്ടിക്കഴിഞ്ഞാൽ 360 കിട്ടും. അതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി. വേറൊരിക്കല് പല്ല് തേക്കുമ്പോൾ വായിൽ നിന്ന് ചോര വരുന്നതായിട്ട് സ്വപ്നം കണ്ടു. അദ്ദേഹം പറഞ്ഞു, നീ സൂക്ഷിക്കണം, നീ ആളുകളുടെ ഇറച്ചി തിന്നുന്ന, പരദൂഷണം പറയുന്ന പണി ചെയ്യുന്ന പാപിയാണ്, അതിൽ നിന്ന് മടങ്ങാൻ അള്ളാഹു താല തരുന്ന മുന്നറിയിപ്പാണ്. വേറൊരിക്കല് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ താടി മുറിച്ച് മാർക്കറ്റിൽ വിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അദ്ദേഹം പറഞ്ഞു, നീ സൂക്ഷിക്കണം, ഇത്തഖില്ല, നീ കള്ളത്തിന് സാക്ഷി നിൽക്കാൻ സാധ്യതയുണ്ട്, അതിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു താല ഈ സ്വപ്നം കാണിച്ചത്. വേറൊരിക്കലും ബാത്റൂമിൽ രത്നങ്ങൾ കിടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അദ്ദേഹം പറഞ്ഞു, നീ ഖുർആനും അതുമായി ബന്ധപ്പെട്ട അറിവും അർഹതയില്ലാത്ത ആളുകളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കും, അതിൽ നിന്ന് സൂക്ഷിക്കണമെന്നാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഇങ്ങനെ തുടങ്ങി അദ്ദേഹം വ്യാഖ്യാനിച്ച ഓരോ സ്വപ്നങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വരുന്ന അധിക സ്വപ്നവും അദ്ദേഹം വ്യാഖ്യാനിക്കുമായിരുന്നില്ല. ആരോടാണോ പറഞ്ഞു കൊടുക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചില സ്വപ്നങ്ങൾ കാണും, അല്ലാഹു തആല ആ സ്വപ്നത്തെ പക്ഷിയുടെ ചിറകിലാണ് വെച്ചിരിക്കുന്നത്. അതിനെ നിങ്ങൾ ആരോടും പറയാതിരുന്നാൽ ചിലപ്പോൾ അല്ലാഹു തആല നിങ്ങൾക്ക് വരാനിരിക്കുന്ന അപകടത്തിന്റെ സൂചനയായ സ്വപ്നമാണെങ്കിൽ അല്ലാഹു അതിനെ തട്ടിമാറ്റും. പക്ഷേ ആരോടെങ്കിലും പോയി പറഞ്ഞ് അവരെ അതിനൊരു വ്യാഖ്യാനം പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിച്ചു പോകും എന്ന് ഈ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹിയുടെ സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ച് എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. അപ്പൊ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് ആരൊക്കെയോ എടുത്ത് മലയാളത്തിൽ വായിച്ചിട്ട് മനസ്സിലായ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇന്നതിനെ കണ്ടാൽ ഇന്നതാണ് എന്ന് പറഞ്ഞ് എഴുതിയ ചെറിയ പുസ്തകങ്ങൾ കിട്ടും. ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ എല്ലാവരുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കാണാനില്ല. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ തലയെക്കെട്ടുള്ള ആളും ഇല്ലാത്ത ആളും എല്ലാവരും കയറി ഇരുന്നിട്ട് പാമ്പിനെ കണ്ടാൽ ഇന്നതാണ് പ്രശ്നം, മരിക്കുന്നത് കണ്ടാൽ ഇന്നതാണ് പ്രശ്നം എന്ന് ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. നമ്മളൊക്കെ വീട്ടിൽ നമ്മളോ ഭാര്യമാരോ ആരെങ്കിലും ഒക്കെ സ്വപ്നം കാണുമ്പോൾ ഇതെടുത്ത് വെച്ച് കേട്ടിട്ട് ഇതാണ് വ്യാഖ്യാനം എന്ന് പറയും. സീരീന്റെ കിതാബ്, ഇബ്നു സീരീൻ ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭനായ സ്വപ്ന വ്യാഖ്യാന പണ്ഡിതനാണ്. അന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഉണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയെ പോലെ ഇസ്ലാമിക ലോകത്ത് സ്ഥാനമുള്ള വേറൊരു പണ്ഡിതനില്ല. അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം, മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഈ വർഷം ഹജ്ജിന് പോകണം. പക്ഷെ ഇമാം മാലിക് 40 വർഷമായി മദീനയുടെ അതിർത്തിയിൽ നിന്ന് വെളിയിൽ പോകാതെ അവിടെ തന്നെ ജീവിക്കുകയാണ്, മദീനയിൽ മരിക്കുന്നതിന് വേണ്ടി. ഹജ്ജിന് പോകുന്ന വഴിയിൽ മദീനയുടെ വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ മരിച്ചു പോകുമോ എന്ന പേടി അദ്ദേഹത്തിനുണ്ട്. നിർബന്ധമായ ഹജ്ജ് അല്ല, മദീനയിൽ മരിക്കുന്നതിന് നബിതങ്ങൾ പ്രത്യേക പുണ്യവും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദുആ ചെയ്തുകൊണ്ട് കടന്നു. രാത്രിയിൽ നബിതങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ നബിതങ്ങൾ 5 വിരൽ ഉയർത്തി ഇങ്ങനെ കാണിച്ചു. ഇമാം മാലിക് അന്ന് ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരിക്കുന്നതിലെ ഏറ്റവും വലിയ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനെ കത്തെഴുതി ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് വിട്ടു. നബിതങ്ങൾ 5 എന്ന് കാണിച്ചു. 5 ദിവസമാണോ 5 ആഴ്ചയാണോ 5 മാസമാണോ എന്റെ ആയുസ് എന്നറിയില്ല, ഇതിന്റെ വ്യാഖ്യാനം എണ്ണം എത്രയാണെന്ന് പറഞ്ഞു തരാൻ എഴുതി വിട്ടു. ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു, 5 എന്ന് കാണിച്ചത് 5 ആഴ്ചയെന്നോ മാസമെന്നോ അല്ല, 5 കാര്യങ്ങൾ അള്ളാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഒരാള് എപ്പോ മരിക്കും, നാളെ എന്ത് ചെയ്യും, ഏത് മണ്ണിൽ മരിക്കും, ഖിയാമത്ത് എപ്പോ സംഭവിക്കും എന്ന് തുടങ്ങിയ മഗീബാത്തുൽ ഹംസ എന്ന് പറയുന്ന കാര്യങ്ങൾ അത് നബിതങ്ങൾക്ക് പോലും നിങ്ങളുടെ മരണത്തെക്കുറിച്ച് പറയാൻ സാധിക്കുകയില്ല എന്നാണ് അതിന്റെ വ്യാഖ്യാനമെന്ന് ഇമാം മാലിക്കിന് അദ്ദേഹം മറുപടി കൊടുത്തു. സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുമ്പോൾ കണ്ട ആളിന്റെ അവസ്ഥ, അയാളുടെ ജീവിതത്തിന്റെ വിശുദ്ധി, കണ്ട നാടിന്റെ അവസ്ഥ, അദ്ദേഹം ആ സ്വപ്നം കണ്ട കാലാവസ്ഥ, ഇതിനെല്ലാം അനുസരിച്ച് വ്യാഖ്യാനം മാറും. ഇമാം ഇബ്നു സീരീന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് മഴയത്ത് കുളിച്ച് നനഞ്ഞു നിൽക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു, എന്താണ് അതിന്റെ വ്യാഖ്യാനം? നിനക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹം തരുമെന്ന് പറഞ്ഞു വിട്ടു. കുറെ കാലം കഴിഞ്ഞ് മറ്റൊരാൾ ഇതേ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് വലിയ രോഗം, അപകടം, നാശം വരാനിരിക്കുന്നു, അതാണ് ഇതിന്റെ അർത്ഥം. അപ്പോ
അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സേവകൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആദ്യത്തവൻ കണ്ടത് വേനൽക്കാലത്താണ് മഴയിൽ നനഞ്ഞു നിൽക്കുന്ന സ്വപ്നം കണ്ടത്. വേനൽക്കാലത്ത് മഴ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. രണ്ടാമത്തവൻ കണ്ടത് കടുത്ത തണുപ്പിൽ മഴ പെയ്യുന്ന സമയത്ത് മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ അത് നാശമാണ്. ഇതുപോലെ ഒരാൾ നബിതങ്ങളുടെ കവർ കുഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. നമ്മളിത് മോശം സ്വപ്നമായിട്ടാണ് കണക്കാക്കുന്നത്. ഇബ്നു സീരീൻ റഹ്മഹുല്ലാഹ് പറഞ്ഞു, നീ അള്ളാഹുവിന്റെ ദീനിന്റെയും നബിതങ്ങളുടെയും മാർഗത്തിൽ ഉറച്ചു നിന്ന് അതേ അവസ്ഥയിൽ മരിക്കുമെന്നതിന്റെ അടയാളമാണ് ആ സ്വപ്നം. വേറൊരാൾ സ്വപ്നം കണ്ടു, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതായി. വലിയ കാര്യമായിട്ട് ഇബ്നു സീരീൻ റഹ്മഹുല്ലാഹ് അടുക്കൽ വന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, നീ പെട്ടെന്ന് മരിച്ചു പോകുമെന്നാണ് ആ സ്വപ്നത്തിന്റെ അടയാളം. 7ാമത്തെ ദിവസം ആ മനുഷ്യൻ മരിച്ചുപോയി. നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് യൂട്യൂബിലും അവിടെ ഇവിടെയും ഒക്കെ കയറിയിരുന്ന് ഇതിന്റെ വ്യാഖ്യാനമാണെന്ന് പറയും. അത്ര സൂക്ഷ്മതയുണ്ടായ മാത്രം പോരാ, അല്ലാഹു തആല പ്രത്യേക പദവി എന്നോണം നൽകുന്ന ഒരു അറിവാണ്, വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രം നൽകിയിട്ടുള്ള അറിവാണ് സ്വപ്ന വ്യാഖ്യാനത്തിനുള്ള അറിവ്.